ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ക്ലേ ഫിഗേഴ്സിൽ എങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡോളാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡോൾ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലീറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ക്ലേയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്ലസ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഹെമ്മിൽ നമ്മൾ എങ്ങനെ ലേസ് നമുക്ക് അറ്റാച്ച് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കണ്ടുനോക്കാം. ക്ലേ കുറച്ച് ലെഫ്റ്റ് ഓവർ ക്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സർഫേസ് നമ്മളൊന്ന് നമ്മുടെ ക്ലേ അതിൽ സ്റ്റിക്ക് ഓൺ ആവാതിരിക്കാൻ നമുക്ക് ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നമുക്ക് വാസലിൻ യൂസ് ചെയ്താൽ മതി. വാസലിൻ ഒരു ലേശം എടുക്കുക, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം ഇതുപോലുള്ള റോളറാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ജെന്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നമുക്ക് ഈ റോൾ പിൻ വെച്ചിട്ട് ഈ ഒരു ക്ലെയിനെ നമുക്ക് എന്താ പറയുക ഇതുപോലെ റോൾ ചെയ്തിട്ട് ഫ്ലാറ്റ് ആക്കാൻ പറ്റും, അത്രത്തോളം ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ആയിട്ട് വരും കേട്ടോ. കണ്ടോ, അത്രയും സ്ലിമ്മായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒന്ന് കുറച്ച് സെക്കൻഡ്സിന് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ചെയ്ത് ഉടൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് വരണമെന്നില്ല. ജസ്റ്റ് ഇപ്പോൾ എന്തായാലും ഒരു 2-3 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഒരു പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലാറ്റും ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഡോളിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിസേഴ്സ് എടുത്തിട്ട് ഒന്നും കൂടി ഈ ഒരു എൻസ് നമുക്കൊന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു പാറ്റേൺ നോക്കാം. ബോക്സ് പ്ലീറ്റ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പ്ലീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കി നോക്കാം. ഉള്ളിലേക്ക് ഇതുപോലെ ഒരു ട്വിസ്റ്റ് കൊടുക്കുക, പ്ലീറ്റ് കൊടുക്കുക, അതുപോലെ അവിടെ നിങ്ങൾ കണ്ടോ. അപ്പോൾ ഒരു ഹെച്ച് പാറ്റേൺ പോലെ ഇവിടെ ഇത് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇത് ആക്ച്വലി ഇങ്ങനെ വരും കേട്ടോ. അഗൈൻ ഇതുപോലെ ഈ നമ്മുടെ ഈ ഫസ്റ്റ് ടിപ്പ് പോർഷൻ നമ്മളൊന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫിഗറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് സിസേഴ്സ് വെച്ചൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ബോക്സ് പ്ലീറ്റ് പാറ്റേൺ തന്നെ. അപ്പോൾ ഇതിൻ്റെ എൻഡ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 സെക്കൻഡ്സ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് റാൻഡംലി ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് നമുക്കൊരു ഞൊറി ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതായിട്ട് കിട്ടും. ഇങ്ങനൊരു പ്ലീറ്റ് കൊണ്ട് നമുക്ക് 2 യൂസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരെ ഒന്ന് നമ്മൾ മിഡിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ഒരു സ്കേർട്ടായി മാറും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിഗറിന് ഒരു ട്യൂബ് ടോപ്പായിട്ട് നമുക്ക് ഇതിനെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇതെടുത്തിട്ട് നമുക്ക് നടുവ് കൂടി ഇങ്ങനെ നമ്മൾ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കും. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. ട്യൂബ് ടോപ്പ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ മിഡിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്യുക. അതൊക്കെ ഒരു പ്ലീറ്റഡ് സ്കേർട്ടായി. ഇതുപോലെ തന്നെ ഇതൊരു പ്ലീറ്റഡ് സ്കേർട്ടായി. പക്ഷേ കുറച്ചും കൂടി ആ ഒരു പ്ലീറ്റ്സിന് കുറച്ചും കൂടി ഡെഫിനേഷൻ കിട്ടും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസസ് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിൽ ഒരു ക്ലേ എടുത്ത് അതിന് നന്നായിട്ട് തിന്നായിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതൊരു ഫ്ലെയർഡ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. അതുപോലുള്ളൊരു ഡോട്ടിങ് ടൂൾ എടുക്കുക, കുറച്ച് വലിയ ഇതായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റാൻഡംലി ഒന്ന് ഡാബ് ചെയ്യുക. അതാ നമുക്കൊരു ഫസ്റ്റ് കൈൻഡ് ഓഫ് ഡിസൈനിൽ ഒരു ലേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അഗൈൻ ഏതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ ഹെമ്മുണ്ടല്ലോ, ഹെമ്മിൽ നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കാം. അഗൈൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ആക്കണമെങ്കിൽ പ്ലീറ്റ് ആക്കാം. കുറച്ച് അകത്തി ആയിക്കോട്ടെ. എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ഹെമ്മിൽ നമ്മളിതൊന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, ഒരു ടൈപ്പ് ഓഫ് ലേസിന് നമുക്ക് ഇതുപോലെയുള്ള ഇതൊരു സെറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. എല്ലാം റൗണ്ടഡ് ആയിട്ടുള്ള കട്ടാണ്. പല സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. വലിയ വട്ടം തൊട്ട് ഏറ്റവും കുഞ്ഞു വട്ടം വരെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതോടെ സ്കേർട്ടിൻ്റെ ഇതുപോലെ ഹെമ്മിൽ നമുക്ക് ഒട്ടിക്കാം. നമുക്കിത് കവായി ഡോൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. എക്സസൈസ് ഉള്ളത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ലേസ് പാറ്റേൺ നമുക്കിതുപോലെ
ഇങ്ങനെ ഡിസൈൻസ് വരുന്ന സിസേഴ്സ് ഇതുപോലെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് കേട്ടോ. സിസേഴ്സ് എടുക്കുക, ഇതെടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക, സിമ്പിൾ. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഓൾറെഡി ഫോം ആയി തന്നെ കിട്ടും. ഇതിലും വേണമെങ്കിൽ അഗെയിൻ നമുക്ക് നമ്മുടെ ഡോക്ടർ ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അതിൽ ഓരോ ഇതിലും ഞാനിങ്ങനെ ഒരു ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡിസൈൻ ഫോം ആവും. ഇതൊരു ലേസായി. ഇത് ഹോളുള്ളത് നമുക്കൊരു ഹോളില്ലാതെ നമുക്കിങ്ങനെ ആക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലീറ്റ് ഇല്ലാതെ വേണമെങ്കിലും ഇതുപോലെ ട്യൂബ് ടോപ്പൊക്കെ നമ്മൾ ഫിഗറിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇത് നമുക്ക് ടോപ്പ് പോർഷനിൽ കുറച്ച് കേർവ് ചെയ്തായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോന്നൊന്ന് ക്ലോസ് ലുക്കിലൊന്ന് നോക്കി നോക്കാം. ഇതൊരു സാധാ പ്ലീറ്റഡ് സ്കേർട്ടിൽ ലേസ് വരുന്നതാണ്. നമ്മൾ ഹോളുള്ള ലേസാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ബോക്സ് പ്ലീറ്റ് സ്കേർട്ടിൽ ഹോളൊന്നുമില്ല, ജസ്റ്റ് ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ലേസാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ട്യൂബ് ടോപ്പാണ്. അല്ലെങ്കിൽ ഇതിനെ നേരെ മിഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്കേർട്ടായി മാറും. ഇല്ല, നമുക്ക് ഇതൊരു ട്യൂബ് ടോപ്പ് കൊടുക്കാം, ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലും ബോട്ടമിലും നമ്മൾ ഹോളില്ല, ബട്ട് ഡോട്ടിംഗ് ടൂൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ള ഒരു ലേസ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസ് ആയിട്ടൊന്ന് പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള ടിപ്സും ട്രിക്സുമായിട്ട് നെക്സ്റ്റ് ചാനലിൽ കാണാം കേട്ടോ. ബൈ. നമ്മളിന്ന് ചെയ്ത സ്കേർട്സിൻ്റെ പാറ്റേൺ അല്ലാതെ ഞാൻ കുറച്ച് ലേസ് പാറ്റേൺസ് മാത്രമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാനായിട്ട്. ഇതൊരു പാറ്റേൺ ആണ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു സിമ്പിൾ ലേസ് പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഏത് ലേസാണെന്ന് മനസ്സിലായോ? ആക്ച്വലി നമ്മൾ നമ്മുടെ ഈ ഒരു ട്യൂബ് ടോപ്പിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്ത ലേസാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നമ്മൾ എൻ്റെ കുറച്ചും കൂടി ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ലേസോ എത്ര ലേസ് വേണമെങ്കിലും ഇതുപോലെ സ്കേർട്സിൽ നമുക്ക് ചെയ്യാം.